നമ്മളെല്ലാവരും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. ഒരു അടിപൊളി സലാഡ് ആയാലോ, നല്ല പ്രോട്ടീനും ഫൈബറും എല്ലാം കൂടെയുള്ള അടിപൊളി ഒരു സലാഡ് നമുക്ക് ഉണ്ടാക്കാമേ. അതിനുവേണ്ടി ആദ്യം വേണ്ടിയത് കിളിപ്പിച്ച ചെറുപയറാണ്. ഈ ഞാൻ ഉണ്ടാക്കിയത് ഒരു ദിവസം മുഴുവൻ വെള്ളത്തിൽ കൂത്ത് വെച്ച് അതിനുശേഷം വെള്ളം കളഞ്ഞ ശേഷം 2 ദിവസം കൊണ്ട് നല്ല രീതിയിൽ കിളുത്ത് വന്നാണ്. ഇച്ചിരി വെള്ളം ഒഴിച്ച് ആദ്യം അതൊന്ന് വേവിച്ചെടുക്കാമേ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാബേജോ നമ്മുടെ വീട്ടിലുള്ള ഏത് വെജിറ്റബിളും നമുക്ക് ഇതിൻ്റെ അകത്ത് അരിഞ്ഞിടാമേ. ഞാൻ ഇതിൻ്റെ അകത്ത് അരിഞ്ഞിട്ടേക്കുന്നത് ക്യാരറ്റും ക്യാപ്സിക്കും സ്പിനച്ചും തക്കാളിയും ഇച്ചിരി കുക്കുംബറും ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിടണേ. പിന്നെ ഒരു സവാളയും വേണം കേട്ടോ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സലാഡിന്റെ അകത്തെ ഒരു ആപ്പിളൂടെ അങ്ങോട്ട് മുറിച്ചിട്ടാണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ സലാഡ് നോക്കി ഒന്നിനും ഒരു കുറവില്ലേ, കാണാൻ തന്നെ അടിപൊളി, എന്ത് ഭംഗിയാന്ന് നോക്കി. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്, നമ്മുടെ ചാറ്റ് മസാല. ഇതങ്ങോട്ട് ഇട്ടാണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ്, നല്ലൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരും. നമ്മളെപ്പം ഫുഡ് കഴിച്ചാലും ഒരു വെജിറ്റബിൾ സലാഡ് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. ഒത്തിരി വേവിക്കല്ലേ കേട്ടോ, അതിന്റെ ഗുണം നഷ്ടപ്പെടും. ചെറുപയർ വെള്ളമൊക്കെ പറ്റി പരുവായിട്ടുണ്ട്. അതിന്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. ഉപ്പും കൂടി ഇട്ടാണ് വേവിക്കാൻ വെച്ചത്. ഞാൻ അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടായിരുന്നേ. അന്നേരം നമ്മുടെ ഈ വെജിറ്റബിളിലേക്ക് ആ ചെറുപയറും കൂടെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇടുക. ചാറ്റ് മസാലയ്ക്ക് അത്യാവശ്യം ഉപ്പുണ്ട്. അന്നേരം ഇളക്കി നോക്കിയിട്ട് മാത്രം ഉപ്പ് പിന്നിടാവുള്ളേ. ഒരു പകുതി നാരങ്ങയോടെ അങ്ങോട്ട് പിഴിഞ്ഞു കൊടുക്കണം. അത് കണ്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നോക്കി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പ്രത്യേകിച്ച് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് അടിപൊളിയാണ് കേട്ടോ.